11 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് ഈ ആഴ്ച. മൊത്തം 13 പേര് മാത്രമേ വീട്ടിലുള്ളൂ. ജെഫ്രിക്ക് കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ഫ്രീ പാസ് കിട്ടി, അതുകൊണ്ട് ജെഫ്രിയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വിശാൽ ക്യാപ്റ്റനായിട്ട് മാറി. അതൊരു വലിയ കഥയാണ്. ബിഗ് ബോസ് ഇന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തത്. ഒരു വെറൈറ്റി ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ക്യാപ്റ്റൻ ആവാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഭൂലോക പരാജയമായിട്ട് തോന്നി കേട്ടോ. കാരണം ജെഫ്രിയും വിശാലും വരണമായിരുന്നു നോമിനേഷനിൽ. എസ്പെഷ്യലി വിശാൽ എന്തോന്നാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്, ഒന്നും ചെയ്തില്ല. അവസാനം തർഷികയും പോയി, വിശാലിന്റെ ഗെയിമും തീർന്ന്, അഭിനയവും തീർന്ന്, നാടകവും എല്ലാം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റനുമായി. ബാക്കിയുള്ളവരെല്ലാവരും നോമിനേഷനിൽ വന്നു. മിഡ് വീക്ക് ഒക്കെ കാണാൻ നല്ല ചാൻസ് ആണ് കേട്ടോ. ചിലപ്പം ഈ ആഴ്ച ഒരു മിഡ് വീക്കും കാണും, ഒരു സിംഗിൾ എവിക്ഷനും കാണും. നല്ല ചാൻസ് ആണ് മിഡ് വീക്കിനൊക്കെ. പിന്നെ എന്താ, നമ്മുടെ നോമിനേഷനിൽ സൗന്ദര്യ ഒരു കളി നന്നായിട്ട് കളിച്ചങ്ങ്. സത്യം പറഞ്ഞാൽ സൗന്ദര്യം എന്തിനാണ് ചെയ്തതെന്ന് എന്നെ പോലെ തന്നെ നിങ്ങൾ പലതവണ ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഓഡിയൻസ് കാണുന്നവർ, വ്യൂവേഴ്സ്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു സാധനം, ഇന്നലെ സൗന്ദര്യം എടുത്ത് വന്നിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്യാങ്ങിൽ നിന്ന് പുറത്തു പോകാൻ എന്നൊക്കെ വിജയ് സേതുപതി പറഞ്ഞിട്ട് പോയല്ലോ. അതുകൊണ്ടായിരിക്കും സൗന്ദര്യം ഇന്ന് കള ഒന്ന് മാറ്റി ചവിട്ടി. അതാണ് കാര്യം. എന്നിട്ട് വേറെ കുറേ റീസൺസ് പറയുന്നത്. പക്ഷെ സൗന്ദര്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. ചില സമയം ചില മണ്ടത്തരങ്ങൾ കാണും. ഇന്ന് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ജാക്ലിനെ നോമിനേറ്റ് ചെയ്തുകൂടായിരുന്ന ഗെയിമാണ്, നോമിനേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ. അപ്പം സൗന്ദര്യം ഇന്ന് എല്ലാ തെറ്റും കൊണ്ട് ജാക്ലിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തു. ജാക്ലിൻ തെറ്റുകാരി അല്ലാന്നൊന്നും പറയുന്നില്ല. സൗന്ദര്യമാണ് അതിനകത്ത്. എനിക്ക് സൗന്ദര്യം പറയുന്നത് ജാക്ലിൻ ഡോമിനേറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സൗന്ദര്യമാണ് ഡോമിനേറ്റിംഗ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം സൗന്ദര്യമായിരുന്നു കറക്റ്റായിട്ട് തെറ്റ് നോമിനേഷനിൽ വരാനുണ്ടായിരുന്നത്, ഈ പേര് പറഞ്ഞു. പക്ഷേ നേരെ തിരിച്ച് ജാക്ലിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുത്തു. അപ്പം ജാക്ലിനും ഈ പറയുന്ന സൗന്ദര്യം തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ പേരിൽ അവരുടെ എൻഡ് ആവാറായി എന്നാണ് തോന്നുന്നത്. സൗന്ദര്യം പിന്നെ ജെഫ്രി അറിയാമല്ലോ, മറകണ്ഠം ചാടിയിട്ട് ഇത് 2ാമത്തെ ആഴ്ചയാണ്. ജെഫ്രി വിജയ് സേതുപതി വിരട്ടിയപ്പോഴേ പേടിച്ച് ഓടി. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആ ഗോവ ഗ്യാങ് തകർന്നതോടുകൂടി കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. മറ്റേത് അതെങ്കിലും എത്തി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ആ ഗ്യാങ് തകർന്നപ്പോൾ അതും കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. വൈകിപ്പിക്കണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 71 ഡിസംബർ 16 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. രാവിലെ മോർണിംഗ് സോങ് കഴിയുന്നു. മോർണിംഗ് സോങ് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് വേറെ ഒന്നുമല്ല, നമുക്ക് ക്യാപ്റ്റൻ ആവണോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് റെഡി ആയിരിക്കണം. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ക്യാപ്റ്റൻ ആവത്തുള്ളൂ. മുത്തുണ്ട്, വിശാലുണ്ട്, ജാക്ലിനാണ്. ആരെയാണ് വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആ ലെവലിലാണ് ടാസ്ക് പോകുന്നത്. നമ്മൾ ഈ ചാണകമൊക്കെ ഉരുട്ടി കൊണ്ടുപോകുന്നൊരു വണ്ടി കണ്ടിട്ടുണ്ടോ? നമുക്ക് തന്നെ ഇങ്ങനെ ചാണകം മാത്രമല്ല, ചാണകം ഉരുട്ടി കൊണ്ടുപോകാം. ഇപ്പം വീടൊക്കെ വയ്ക്കുന്ന സ്ഥലത്താണെങ്കിൽ താബൂക്ക് കട്ടയൊക്കെ പറക്കേൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉരുട്ടി കൊണ്ടുപോകുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇതുപോലെ 3 കണ്ടസ്റ്റൻസിനും 3 ട്രോളി പോലെ വീൽ ബെയർസ് കൊടുത്തിട്ടുണ്ടാവും. ഇതിനകത്ത് അപ്പുറത്തെ ഭാഗത്ത് ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഒരു ടാർഗറ്റ്, ഇത്ര കിലോഗ്രാം വെയിറ്റ് നമ്മൾ അപ്പുറത്ത് എത്തിക്കണം. ഇത്ര കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ദേഹത്ത് അവരുടെ വെയിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 50 കിലോ ആണെങ്കിൽ 50 kg എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാഡ്ജ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാഡ്ജ് ഒട്ടിച്ച് ഓരോ 3 പേരും മറ്റേ സെയിം സമയത്താണ് ടാസ്ക് ചെയ്യാനുള്ളത്. അപ്പം ഒരാളെ പിടിക്കുക, ഈ ഇതിനകത്തോട്ട് കയറ്റുക, ഉരുട്ടി കൊണ്ടുപോയി തട്ടിയിടുക. അടുത്ത ആളെ കയറ്റുക, ഉരുട്ടി കൊണ്ടുപോയി തട്ടിയിടുക. അപ്പോൾ മാക്സിമം ബസ്സിലടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ആർക്കാണോ അവരാണ് വിന്നർ. എത്ര വെയിറ്റ് ആണെന്ന് ബിഗ് ബോസ് ആദ്യം പറയുന്നില്ല. കാരണം എത്ര വെയിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 200 കിലോഗ്രാം ആണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ 200 വരുന്ന 40 കിലോ, 50 കിലോ, ഇവൻ 60 കിലോ, ഇവൻ 5 പേരെ കൂട്ടുമ്പോൾ തന്നെ 200 ആയി. അപ്പം എൻ്റെ 5 പേര് ഇവർ എന്ന് പറഞ്ഞുകൊണ്ട് പടപട ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് വെയിറ്റ് ടാസ്ക് തുടങ്ങാൻ പോയ സമയത്താണ് റിവീലാക്കിയത്. എന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസിനെയും ആർക്കൊക്കെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ജാക്ലിനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മുത്തുവിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം മുത്തു എന്നെ കൊണ്ടുപോയി, എനിക്ക് 50 കിലോ ഉണ്ട്, മുത്തു എന്നെ കൊണ്ടുപോയി ഇട്ടിട്ട് അപ്പം മുത്തുവിന് 50 കിലോ ആയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മുത്തുവിൻ്റെ ലൈനിൽ നിൽക്കാം, ജാക്ലിൻ്റെ പിറകിൽ നിൽക്കാം, വിശാലിൻ്റെ പിറകിൽ നിൽക്കാം. അപ്പം അങ്ങനെ ആരുടെ പിറകിൽ വേണം നിൽക്കാം. ഇപ്പം ജാക്ലിൻ്റെ പിറകിൽ നിന്നിട്ട് പെട്ടെന്ന് വേണ്ട മുത്തുവിൻ്റെ പിറകിൽ പോയാൽ എന്ന് തോന്നുന്നെങ്കിൽ ചാടി മാറുകയും ചെയ്യാം. അതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെ ടാസ്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുത്തു, റാണവേ നീ എന്നോട് വരൂലേ എന്നിങ്ങനെ ചോദിക്കുന്നതാണ്. റാണവിന് നല്ല വെയിറ്റ് ഉണ്ടെന്ന് മുത്തുവിനറിയാം. അപ്പോൾ ഓക്കെ എന്നുള്ള റാണവ് വിശാലിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നു റാണവ്. അങ്ങനെ മുത്തുവിൻ്റെ പിറകിൽ മുത്തുവിനെ എടുത്തുകൊണ്ട് പോകാനുള്ള വെയിറ്റ് ഒന്ന് റാണവും ഒന്ന് മഞ്ചരിയാണ്. വിശാലിൻ്റെ കൂടെ ഉള്ളത് അൻഷിതയുണ്ട്, ജഫ്രി ഉണ്ട്.
അപ്പുറത്ത് ജാക്ലിൻ ഇതായിട്ട് നിന്നിട്ട് പോലും ജെഫ്രി പോയിട്ടില്ല. ജെഫ്രിക്ക് സത്യം പറഞ്ഞ ഒരു പേടിച്ച മട്ടാണ്. വിജയസേതുപതി വിരട്ടിയതും ജെഫ്രി ഇച്ചിമുള്ളി നടക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല എന്താ, ജെഫ്രിക്ക് അത്രയ്ക്ക് വയ്യ. ജെഫ്രി എന്തോ, കാരണം സേഫ് ഗെയിമിൻ്റെ അങ്ങേയറ്റമാണ് ജെഫ്രി. അൻഷിതയുണ്ട്, ജെഫ്രി ഉണ്ട്, രഞ്ജിത്തുണ്ട്, അരുൺ അറിയാലോ വിശാലിൻ്റെ ചങ്കാണ്. അപ്പോൾ ഇവർ 4 പേരുമാണ് വിശാലിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇനി ജാക്ലിനെ സപ്പോർട്ട് ചെയ്യാൻ ജാക്ലിൻ്റെ ഉറ്റ തോഴി സൗന്ദര്യ, ദീപക്, പവിത്ര, റയാൻ ഉറ്റത്തോഴൻ. അപ്പോൾ ഇവർ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ടാസ്ക് തുടങ്ങുവാണ്. ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വിശാൽ ജെഫ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ ലാസ്റ്റ് മിനിറ്റിൽ നീ നോക്കിയോ റാണവ് വരും നമ്മുടെ കൂടെ. റാണവ് ഇപ്പോൾ വന്നിട്ട് അങ്ങനെ പറഞ്ഞു. റാണവ് ഇപ്പം മുത്ത് ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞത്, നമ്മൾ എൻ്റെ അടുത്തല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, അപ്പം ഇങ്ങോട്ട് വരും എന്ന് പറയാണ്. അങ്ങനെ ടാസ്ക് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് എത്ര kg ആണ് അപ്പുറത്ത് എത്തിക്കേണ്ടതെന്ന് കാണിക്കുന്നു. 400 kg ആണ് എത്തിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ടാസ്കിൽ മുത്തു ജയിക്കത്തില്ല. കാരണം മുത്തുവിൻ്റെ പിറകിൽ 2 പേരേ ഉള്ളൂ. കൊണ്ടുപോയ ഒരാളെ വീണ്ടും കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ കൊണ്ടുപോകുന്ന വെയിറ്റ് ആണ്. അപ്പോൾ മുത്തുവിൻ്റെ പിറകിൽ റാണവും മഞ്ചരിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് 100 കിലോ വെച്ച് കൂട്ടിയാലും 100, 100, 200 ആവുള്ളൂ റാണവിനും മഞ്ചരിക്കും കൂടി. 400 കളക്ട് ചെയ്യാനുള്ളത്. അപ്പം മുത്തു എന്ത് ചെയ്യുന്നില്ല, ടാസ്ക് കളിക്കാനായിട്ടുള്ള ഒരു മുത്തുവും ജാക്ലിനുമായിട്ടുള്ള ഒരു സംസാരമാണ്. എൻ്റെ പക്കൽ ഇത്രയാണ്. ജാക്ലിൻ പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ 225 കിലോഗ്രാമാണ് എനിക്കാകെ ഉള്ളത്. അപ്പോഴത്തേക്കും മുത്തു പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ എന്ത് ചെയ്യ്, വിശാൽ എത്തുന്നതിന് മുന്നേ നീ ഒരാളെ കൊണ്ടവിടെ എത്തിക്ക്. ഇപ്പം നീയും എന്തായാലും എനിക്ക് ടാസ്ക് കളിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ പിറകിൽ 2 പേരേ ഉള്ളൂ. ഞാൻ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ തോക്കും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പാർട്ണർഷിപ്പ് സാധനമാണ് ചെയ്യാൻ പറ്റുന്നത്. പാർട്ണർഷിപ്പ് സാധനം എന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ വിശാൽ കളിക്കുവാൻ എനിക്ക് പേഴ്സണലി നീ വിജയിക്കണമെന്നാണ് ആഗ്രഹം. ആര് ഈ പറയുന്ന ജാക്കിൽ വിജയിക്കണമെന്നാണ് ആർക്ക് ആഗ്രഹം? മുത്തുവിന് ആഗ്രഹം. എന്തായാലും മുത്തുവിൻ്റെ പിറകിൽ ആളില്ലല്ലോ. അപ്പോൾ മുത്തുവിന് ജയിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ മുത്തുവിൻ്റെ പിറകിൽ ആളില്ല, 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ജാക്കിലിൻ്റെ പിറകെ 5 പേരുണ്ട്, വിശാലിൻ്റെ പിറകെ 5 പേരുണ്ട്, മുത്തുവിൻ്റെ പിറകെ 2 പേരേ ഉള്ളൂ. അപ്പോൾ മുത്തുവിന് ജയിക്കാൻ പറ്റുന്നതുകൊണ്ട് ജാക്ലിനെ സപ്പോർട്ട് ചെയ്യാനാണ് മുത്തുവിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് മുത്ത് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, വിശാലാണോ ആദ്യം പടപട കൊണ്ട് ഫസ്റ്റ് ആളെ ആരാണോ ആദ്യം കൊണ്ടിടുന്നതെന്ന് ഞാൻ നോക്കട്ടെ. വിശാലാണ് ആദ്യം കൊണ്ടിടുന്നതെങ്കിൽ ഞാൻ അവനെ ജയിക്കാൻ സമ്മതിക്കില്ല, ഞാൻ തുടങ്ങും. അപ്പം നീ എന്ത് ചെയ്യണം, നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും എനിക്ക് വേണ്ടി തരണം. ഓക്കെ, സമ്മതമാണല്ലോ. വിശാലിനെക്കാലം മുൻപേ ഫസ്റ്റ് ആളെ നീ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന 2 പേരെ കൂടെ ഞാൻ നിനക്ക് തരും. മനസ്സിലായോ? അപ്പോൾ ജാക്കലിനെ മുത്തുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ 2 പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആവണം. നീ ഫാസ്റ്റായിട്ട് അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള 2 പേരെ ഞാൻ നിനക്ക് അയച്ചു തരും. അതേസമയം വിശാൽ നിന്നെക്കാൾ ഫാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവനെ തോപ്പിക്കാൻ വേണ്ടി ഞാൻ കളത്തിൽ ഇറങ്ങുമ്പോൾ നിന്റെ കൂടെയുള്ള 4 പേരെ നീ എനിക്ക് വേണ്ടി തരണം. മനസ്സിലായോ? അതാണ് സാധനം. ഓക്കെ, ഫിക്സ്ഡ് ആവുന്നു. പക്ഷേ ജാക്കലിന് തോന്നി ബാക്കിക്കൊണ്ട് വേഗം ഇടുന്നു. പ്ലാനുകളൊന്നും നടക്കുന്നില്ല. മുത്തു അനങ്ങുന്നില്ല. കാരണം മുത്തു തോക്കും. മുത്തു ഉറപ്പിച്ചല്ലോ തോക്കും. അങ്ങനെ ടാസ്കിനിടയിൽ രഞ്ജിത്തൊക്കെ മറിഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ ജാക്ലിൻ കൊണ്ടിട്ട ആൾക്കാർ റയാൻ, ദീപക്, സൗന്ദര്യ, പവിത്ര, മഞ്ചരി. അപ്പം മഞ്ചരിയും ഈ റാണവും ആരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്? മുത്തുവിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് മഞ്ചരിയും റാണവും. ഇവർ അവസാനം എന്ത് ചെയ്തു? മഞ്ചരി എന്ത് ചെയ്യണമെന്ന് അറിയാതെ മഞ്ചരി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് മഞ്ചരി ജാക്ലിനൂടെ പോകുന്നത്. അതിനു മുന്നേ വിശാൽ അൻഷിതയെ കൊണ്ടുപോകുന്നു, ജെഫ്രിയെ കൊണ്ടുപോകുന്നു, അരുണിനെ കൊണ്ടുപോകുന്നു, രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നു. ഇനി റാണവോടെ ബാക്കിയുണ്ട്. റാണവും കൂടി വിശാലിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ വിശാൽ ജയിക്കും. റാണവ് ഓൾറെഡി വിശാലിൻ്റെ ഒരു ചായ കൊണ്ട് മുത്തുവിനോട് നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും റാണവ് ഒരു ഗെയിം ചേഞ്ചറിനെ പോലെയാണ് കാണിച്ചതെന്നൊക്കെ പല തമിഴ് പേജസിലും ഞാൻ കണ്ടു. എനിക്കത് പക്ക ഫ്രോഡ് ഗെയിമായിട്ടാണ് തോന്നിയത്. കാരണം ഈ പറഞ്ഞ പോലെ മുത്തുവിന് വാക്ക് കൊടുത്തിട്ട് അടി കൂടെ ബാക്ക് സ്റ്റാബ് ചെയ്തു സാധനം. റാണവോടെ കളിച്ച ഗെയിമൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഗെയിം ചേഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമല്ല. റാണവ് ഓൾറെഡി ഇത് ചെയ്യാൻ തന്നെ ഇരുന്നു. നേരത്തെ എപ്പിസോഡ് നേരെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് റാണവ് കിടന്ന് ഉരുണ്ട് മറയുന്നുണ്ട് പിന്നീട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, റാണവ് വിശാലിൻ്റെ കയ്യിൽ കയറിയത് വിശാൽ കൊണ്ട് തട്ടിയിടുന്നു. അപ്പോൾ ജാക്കലിന് പിന്നെ ഇപ്പം എന്തായാലും ഞാൻ പോയിട്ട് അപ്പോഴാണ് മഞ്ചരി കയറിയിരുന്നു പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ജാക്ലിൻ 312 കിലോഗ്രാമാണ് കൊണ്ടുപോകുന്നത്. വിശാൽ കൊണ്ടുപോകുന്നത് 365 കിലോഗ്രാമാണ് എല്ലാവരുടെയും കൂടെ കൂടി. അപ്പോൾ ഏറ്റവും കൂടുതൽ 365 കിലോഗ്രാം ആണല്ലോ. അപ്പം വിശാൽ ക്യാപ്റ്റൻ ആവുന്നു. മഞ്ചരി കുറച്ചിട്ട് മുത്തുവിനടുത്ത് നീ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? അപ്പോൾ മുത്തു നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ഇതായിരുന്നു. വിശാൽ ഫസ്റ്റ് പോയിട്ട്, വിശാലാണ് ഫസ്റ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി കളിക്കും. ജാക്കിലാണ് ഫസ്റ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ 2 ആൾക്കാരെ കൊടുക്കും. പക്ഷേ പാതി വഴിയിൽ ജാക്ക് സ്വന്തമായിട്ട് കളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ റാണവ് അവിടെ വരുന്നു. റാണവിൻ്റെ അടുത്ത് എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ റാണവ് പറയുന്നത് ഇല്ല ഞാൻ അവസാന നിമിഷം വിശാലിൻ്റെ അടുത്ത് പോയതാണ്. പക്ഷേ ആക്ച്വലി റാണവ് കള്ളം പറഞ്ഞാണ്. റാണവ് ഓൾറെഡി പോകാൻ തന്നെ ഇരുന്നതാണ്. അവിടെ തന്നെ റാണവ് അത് തിരുത്തി പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ഈ വീട്ടുകാരത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഇവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, വീണ്ടും തിരിച്ച് പറയുന്നു ഇത് ചോദിക്കാതെ. അപ്പോൾ ജാക്ലിൻ പറയാണ്, റാണവ് ലാസ്റ്റ് പോയത് റാണവിൻ്റെ ഗെയിമാണ്. അത് ഗെയിമൊന്നുമല്ല, ആദ്യമേ പോവാൻ റാണവ് വരുന്നതാണ്. അപ്പോൾ മുത്തു പറയുന്നു, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം റാണവും മഞ്ചരിയും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് അവരെൻ്റെ കൂടെ നിന്നത്. അത് ന്യായം. എൻ്റെ കൂടെ ഞാൻ അവരെ നിർത്തുന്നത് ന്യായം.
ഞാൻ എന്തായാലും കളിക്കുന്നില്ല എന്നുള്ള സ്ഥാനത്തിൽ റാണവേ നീ ജാക്കലിനെ സപ്പോർട്ട് ചെയ്യും, മഞ്ജരി നീ ജാക്കലിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. അത് അനീതിയാണ്, അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വന്നിട്ട് എന്നെ ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും അതിന് പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഞാൻ നിർത്തി, വേറെ അയാളാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ വേറെ ചെയ്തോട്ടെ, ഞാൻ എന്തിന് പറഞ്ഞു കൊടുക്കണം, ആ ഒരു ലെവലിലാണ് പറഞ്ഞത്. അത് കറക്റ്റ് മുത്ത് പറഞ്ഞ ആ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വിശാലിൻ്റെ ക്യാപ്റ്റൻ ക്രൗണൊക്കെ വരുന്നു, അത് വെച്ചു കൊടുക്കുന്നു. അപ്പം തന്നെ വിശാൽ പറയുന്നുണ്ട് എൻ്റെ ഓരോരുത്തർ തീരുമാനിക്കാൻ അസിസ്റ്റൻ്റ് മഞ്ജരിയാണ്. മഞ്ജരി എനിക്കിത് പറ്റത്തില്ല, എനിക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമോ എന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. വിശാൽ മഞ്ജരി സൂപ്പറായിട്ട് കളിച്ചതാണ്. വിശാൽ മഞ്ജരിയെ പെടുത്താൻ നോക്കി. വിശാലിന് ക്യാപ്റ്റനായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാവരെയും കറക്റ്റ് സെഗ്മെൻറ്റിൽ പെടുത്തിയിട്ടുണ്ട്. പെട്ട് കിടക്കട എന്നുള്ള ഒരു വേലയ്ക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ പെട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള വേലയാണ് വിശാൽ കാണിക്കുന്നത്. അപ്പോഴേ ഈ പറയുന്ന മഞ്ജരി പറയാൻ എനിക്ക് പറ്റത്തില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കുക. അപ്പോൾ വിശാൽ പറയണമെങ്കിൽ നിങ്ങളാണെങ്കിൽ സൂപ്പറായിട്ട് ചെയ്ത് നിങ്ങളുടെ ഐഡിയോളജീസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അയ്യോ എനിക്ക് വേണ്ട എന്നുള്ള മഞ്ജരി ഒഴിഞ്ഞു മാറുന്നു. കുക്കിംഗ് ടീം അൻഷിത, ദീപക്, രഞ്ജിത്ത്, പവിത്ര, റയാൻ. അൻഷിത ക്യാപ്റ്റൻ. ഹൗസ് ക്ലീനിങ് ടീം ജാക്ലിൻ, മഞ്ജരി, മുത്തു. ഇവർ മൂവരുമാണ് പട. ഇവരെ തൂത്ത് തുളയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വിശാൽ എടുത്തെറിയുന്നു. വെസലിലേക്ക് ജെഫ്രി, സൗന്ദര്യ, റാണവ, അരുൺ ഇവരെ എറിയുന്നു. സൗന്ദര്യയാണ് ക്യാപ്റ്റൻ, ഹൗസ് ക്ലീനിങ്ങിൻ്റെ ക്യാപ്റ്റൻ മുത്തു. ഇൻചാർജ് ക്യാപ്റ്റൻ അല്ല ഇൻചാർജ്. അപ്പം ഇങ്ങനെയാണ് ആക്കി വിടുന്നത്. അപ്പം അതിനകത്ത് എനിക്ക് ഹൗസ് ക്ലീനിങ്ങിൽ ജാക്ലിനെ, മഞ്ജരിയെ, മുത്തുവിനെ തന്ത്രപൂർവ്വമായിട്ട് ഈ പറയുന്ന വിശാല് ഇട്ടതുപോലെ തോന്നി. അതിനുശേഷം പിന്നീട് ജാക്ലിനും ടീമും കൂടെ ആയിട്ടുള്ള ഡിസ്കഷനാണ്. ജാക്ലിനും ടീമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ലിൻ, ദീപക്, മഞ്ജരി, മുത്തു, പവിത്ര ഇവർ 5 പേരാണ് ജാക്ലിനും ടീമും. കുറച്ച് കഴിയുന്നു, വിശാലിൻ്റെ ഒരു ബൊമ്മ വരെയാണ്. വിശാലിനെ പോലെ അല്ല, ഒരു ബൊമ്മ നമ്മൾ പാടത്തൊക്കെ വയ്ക്കുന്ന കോലമില്ലേ, കോലം വരുന്നു. കോലത്തിൻ്റെ മുതുകിൽ 3 ഇൻഡു മാർക്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻഡു മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡു മാർക്സ് നമ്മുടെ ടേബിളിൽ അവിടെ ഒരു കത്തിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട് ഇൻട്രസ്റ്റിംഗ് അല്ല എങ്കിൽ എന്ത് ചെയ്യണം, ഈ കത്തി എടുത്ത് ഇതിലോട്ടൊരു കുത്തണം, ഇങ്ങനെ വെട്ടണം. അങ്ങനെ 3 തവണ വെട്ടിക്കഴിഞ്ഞാൽ വിശാലിൻ്റെ ക്യാപ്റ്റൻ പദവി തെറിക്കും, എല്ലാ ആഴ്ചയും ഉള്ള പോലെ തന്നെ. അതിനുശേഷമാണ് പിന്നീട് നോമിനേഷൻ വരുന്നത്. ഇത്തവണ എന്താണ്, ക്യാപ്റ്റൻ വിശാലിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ജെഫ്രി നോമിനേഷൻ ഫ്രീ ആണ്. റാണവ് കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ടാസ്കിൽ മോശം പ്രകടനം കാഴ്ചവെച്ച് ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. മോശം പ്രകടനം എന്നല്ല, മറ്റേ അവർ തീരുമാനിച്ചത്. ഓക്കെ, ഇനി അടുത്ത് ഓപ്പൺ നോമിനേഷൻ. അതെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂശുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വാരി പൂശുന്നുണ്ട്. മഞ്ജരി, അരുണിൻ്റെയും അൻഷിതയുടെയും പേര് 2 പേരും പേഴ്സണലായിട്ട് ടാസ്കിന് എടുക്കുന്ന ആൾക്കാരാണ്. അരുണാണെങ്കിൽ പേഴ്സണൽ ബാഗേജറും, അൻഷിത ടാസ്കിനെ പേഴ്സണലായിട്ട് കാണുന്ന ആളും. പവിത്ര പോകുന്നു രഞ്ജിത്തിൻ്റെയും ദീപകിൻ്റെയും പേര്. രഞ്ജിത്ത് ക്യാപ്റ്റൻസിയിൽ ഇതുവരെ പ്രൂവ് ചെയ്ത്, ക്യാപ്റ്റൻസി വന്നിട്ട് പോലും പ്രൂവ് ചെയ്തിട്ടില്ല. ദീപക് കുറേ നോമിനേഷൻ ഫ്രീ ആയി, ഇനി നോക്കട്ടെ. ദീപക് വരുന്നു രഞ്ജിത്തിൻ്റെയും പവിത്രയുടെയും പേര്. രഞ്ജിത്ത് ക്യാപ്റ്റനായിട്ട് പോലും നോ ഇമ്പാക്ട്. പവിത്ര പ്രൂവ് ചെയ്യട്ടെ ഈ വീക്ക്. അൻഷിത, രഞ്ജിത്തിൻ്റെയും പവിത്രയുടെയും പേര്. രഞ്ജിത്ത് ഇതുവരെ ഒന്നും പുറത്ത് വരുന്നില്ല. പവിത്ര ആണെങ്കിൽ കൺഫ്യൂസിംഗ് ആണ്. രഞ്ജിത്ത് പോകുന്നു പവിത്രയുടെയും അൻഷിതയുടെയും പേര്. പവിത്ര ജ്വലിക്കുന്നില്ല അങ്ങോട്ട്. അൻഷിതയാണെങ്കിൽ പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ എടുക്കുന്നു. അരുൺ, ജാക്ലിൻ്റെയും മുത്തുവിൻ്റെയും പേര്. ജാക്ലിൻ ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്ന് അവിടെ ഗിൽട്ടിയായി മാറാൻ നോക്കുന്നു. മുത്തുവിൻ്റെ പേര് പറയാൻ കാരണം ഓവർ കോൺഫിഡൻസ് ആയി മാറി ട്രിഗർ ആവുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യ, രഞ്ജിത്തിൻ്റെ പേരാണ് പറയുന്നത്. രഞ്ജിത്ത് അധികം പുറത്ത് വരുന്നില്ല. പിന്നെ ജാക്ലിൻ്റെ പേര് പറയുന്നുണ്ട്. ഉറ്റ തോഴിയാണ്. ആൻഡ് റീസൺ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഒക്കെ നല്ലതാണ്, പക്ഷെ അത് ബാക്കിയുള്ളവരുടെ ഗെയിമിനെ കൂടി അഫക്റ്റ് ആവണം. ഇപ്പം നമ്മളറിയാതെ നമ്മൾ തന്നെ അതിനകത്ത് വീണ് കിടക്കുകയാണോ എന്നൊരു ഡൗട്ടാണ് എനിക്കും. ഇപ്പം എൻ്റെ തോന്നലായിരിക്കും. എന്നിരുന്നാലും ഒരു ഫ്രണ്ട്ഷിപ്പ് ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു ബോണ്ട് ചിലയിടത്ത് ജാക്ലിൻ ഡോമിനൻ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഈ ഒരു ഗെയിമിനൊട്ടും ഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ കൊണ്ടുപോകാനുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ കുറേ ജാക്ലിൻ അങ്ങ് പറയുന്നുണ്ട്. അതാണ് മെയിനായിട്ട്. ജാക്ലിൻ എന്തോ ചെയ്തു. ജാക്ലിൻ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനകത്ത് സത്യം പറഞ്ഞ് സൗന്ദര്യ പക്ക ഗെയിം കളിക്കുകയാണ്. കാരണം ഇന്നലെ ഈ പറഞ്ഞ പോലെ വിജയ് സേതുപതി വന്ന് കൺഫെഷൻ റൂമിൽ വിളിച്ചൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് കളിക്ക്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, ദേഷ്യപ്പെടരുത്, ഗ്രൂപ്പിൽ നിന്ന് മാറി കളിക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് സൗന്ദര്യം ഇങ്ങനെ ഒരു ചവിട്ടെടുത്ത് വെച്ചത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വധമാണ്. സൗന്ദര്യം വായി തോന്നുന്ന ലക്ക് ലഹാനും ഇല്ലാതെയാണ് വിളിച്ചു വരി പറയുന്നത്. പക്ഷേ സൗന്ദര്യയും ജാക്ലിനും റയാനും ജെഫ്രിയിലുള്ള ആ ഒരു ടീം, ഞാൻ വീണ്ടും ആ ടീം നേരത്തെ പറയുന്നത്, സൗന്ദര്യം ഓരോ വാക്കും അതിനകത്ത് നിൽക്കുമ്പോൾ സൂക്ഷിച്ചേ പറയുള്ളൂ. ഇവരെ 3 എണ്ണം ഉണ്ട്. നല്ലൊരു പ്ലെയറാണ് സൗന്ദര്യം, പക്ഷേ സൗന്ദര്യയുടെ നാക്ക് ശരിയില്ല. ഈ സൗന്ദര്യയുടെ നാക്കിനെ നിയന്ത്രിക്കുന്ന 2 പേരായിരുന്നു ഈ ജാക്ലിനും ജെഫ്രിയും. അറിയാനും പറയാം. അപ്പോൾ ഇതിനകത്തുനിന്ന് മാറി കളിക്കാനാണ് ഈ സൗന്ദര്യം നോക്കുന്നത്. പക്ഷേ സൗന്ദര്യത്തിന് നെഗറ്റീവ് ആവും. ജാക്ലിൻ ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ ജാക്ലിൻ പോസിറ്റീവ് ആവും. സൗന്ദര്യം ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം നെഗറ്റീവ് ആവും. അതാണ്. പക്ഷേ സൗന്ദര്യം മനപ്പുറം എടുത്ത് ഇങ്ങനെ ആക്കി കളഞ്ഞു. ഇനി ഇതിൻ്റെ പേര് പ്രശ്നം നടക്കുന്നുണ്ട്. അടുത്ത മുത്തു,
സൗന്ദര്യയുടെ അരുണിന്റെയും പേര് ഇപ്പൊ സൗന്ദര്യയുടെ വന്നിട്ട് പോയി പറഞ്ഞ റീസൺ ഉൾപ്പെടെ 2 മോഡാണ്, ക്യൂട്ട് മോഡും ആക്ഷൻ മോഡും. സേഫ് പ്ലേ ആണ് സൗന്ദര്യ. കാരണം അതാണ് പറയുന്നത്. അരുൺ നിനക്ക് ഓരോ വോട്ടല്ലേ കിട്ടിയത്, ഓക്കെ. ഇപ്പം ഈ മുത്തുവിൻ്റെയൊക്കെ ടൈം ആകുമ്പോൾ ആർക്കൊക്കെ ഓരോ വോട്ട് കിട്ടി അവരൊക്കെ ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോമിനേഷനിൽ വരുമല്ലോ. അരുൺ ഇവിടെ തെറ്റുകൾ വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. റയാൻ പോകുന്നു, ദീപകണ്ണൻ നോമിനേഷൻ ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ, അപ്പം എന്തായാലും മഞ്ചരി സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അപ്പോൾ മഞ്ചരിക്കിട്ട് ഒരു കൊട്ട് കിട്ടുകയാണേ, മഞ്ചരിക്ക് ഒരു വോട്ട് കിട്ടുന്നു. അപ്പോൾ റാണോ പോകുന്നു, റയാൻ്റെ മുത്തുവിൻ്റെ പേര് പറയുന്നു. റയാൻ ഗെയിം സ്റ്റാർട്ട് ആയതല്ലോ, അപ്പോൾ റയാൻ്റെ പേര് പറയുന്നു. അപ്പോൾ റയാൻ ഒരു വോട്ടായി, റയാൻ്റെ പേര് ഗെയിം റയാന് 2 വോട്ടായി. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് റയാൻ്റെ പേര് ആര് പറയും. ഞാൻ റയാനും മാത്രമേ നോമിനേഷനിൽ വരാനുള്ളൂ. അപ്പം റയാൻ്റെ പേര് ഞാൻ പറയുന്നു. അത് റയാൻ ഇപ്പോൾ ഗെയിമിലൊക്കെ സ്റ്റാർട്ട് ആയതല്ലോ, അപ്പോൾ അതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം എല്ലാവരും ചെയ്യണം. അപ്പം എല്ലാവർക്കും മനസ്സിലായി വെറുതെയാണ് എല്ലാവരും നോമിനേഷനിൽ വരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഒന്നുമില്ല, ഒരു അവയർനെസ് എന്നിങ്ങനെ പറയുന്നു. മുത്തുവിൻ്റെ പേര് പറയുന്നു. അത് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് മുത്തു ഇപ്പം ഭയങ്കര ഒരുമാതിരിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പം മുത്തുവിന് 2 വോട്ടാവുന്നു. അടുത്ത് ജെഫ്രി വരുന്നു. സൗന്ദര്യയും മഞ്ചരിയാണ് എനിക്ക് പറയാനുള്ളത്. സൗന്ദര്യയുടെ എക്സ്പ്രഷൻ ഹേർട്ട് ആവുന്നുണ്ട്, അതൊന്നും സൗന്ദര്യം മാറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സൗന്ദര്യം പുറത്തു പോട്ടെ. ജെഫ്രിയാണ് എനിക്ക് അട്ടർ ഫേക്ക് ആയിട്ട് തോന്നുന്നു. ഇത്രയും കാലം കൂടെ നിന്ന് ഉള്ള ഉപ്പും ചോറും എല്ലാം തിന്നെല്ലാം പറ്റിക്കഴിഞ്ഞിട്ട് ഇപ്പം കറക്റ്റ് കാല് മാറണ ഒരു കാലം തന്നെ ജെഫ്രി. കാരണം ഇത് ഗെയിം എന്ന് പറയാൻ പറ്റത്തില്ല. ജെഫ്രി സ്വന്തം ഇത്രയും കാലം ഒരു പാവപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച മുതൽ വിജയ് സേതുപതി വിരട്ടിയതും മറകണ്ടം ചാടി. ഇപ്പൊ സൗന്ദര്യം കണ്ടുകൂടാ, ജാക്കിലിനെയും കണ്ടുകൂടാ, ഞാൻ ഒരു ടീമിലും ഇല്ലേ എന്നുള്ള ഒരു ലെവലാണ് ജെഫ്രിക്ക്. വിശാൽ പോകുന്നു. ജെഫ്രി സൗന്ദര്യയുടെയും മഞ്ചരിയുടെയും പേര്, മഞ്ചരി ബോസി ഫീലാണ് പറയുന്നത്. വിശാൽ റയാൻ്റെ മഞ്ചരിയുടെയും പേര്. റയാൻ ടാസ്കിൽ റയാൻ അല്ലാതെ നിൽക്കുന്ന റയാൻ ഒരു റയാൻ ഉണ്ട്, അല്ലാത്ത റയാൻ വേറെ ആണെന്ന് പറയുന്നു. അടുത്ത മഞ്ചരിയുടെ പേര് പറയുന്നു. ചിലരുടെ ഗെയിം മഞ്ചരി വന്നതിന് ശേഷം സ്പോയിലായി, എസ്പെഷ്യലി മുത്തു. ജാക്കിലും പോകുന്നു. അരുണിൻ്റെയും രഞ്ജിത്തിൻ്റെയും പേര്. അരുൺ പറഞ്ഞത് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബുദ്ധിശാലിത്തനം കാണിച്ച് ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നു. റാണവിനെയും വിശാലിനെയൊക്കെ കൂടെ പിടിച്ച് നിൽക്കുകയാണ്. ജാക്കലിൻ അടുത്ത് അരുണിൻ്റെ പേര് പറഞ്ഞിട്ട് രഞ്ജിത്തിൻ്റെ പേരൂടെ പറയുന്നു. ദേഷ്യം വന്നു കഴിഞ്ഞാലും അതിനെ അങ്ങ് മറച്ചു വെക്കും. അപ്പം നിങ്ങളുടെ ദേഷ്യം വന്നാലും നമ്മളത് കണ്ടോളാം, കുഴപ്പമില്ല, എക്സ്പ്രഷൻ ഫീൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയുന്നു. അൻഷിതയ്ക്ക് 2 വോട്ട്, അരുണിന് 3 വോട്ട്, ദീപക്കിന് 2 വോട്ട്, രഞ്ജിത്തിന് 5 വോട്ട്, പവിത്രയ്ക്ക് 3 വോട്ട്, ജാക്കിലിന് 2 വോട്ട്, മുത്തുവിന് 2 വോട്ട്, സൗന്ദര്യയ്ക്ക് 2 വോട്ട്, മഞ്ചരിക്ക് 3 വോട്ട്, റയാന് 2 വോട്ട്. അങ്ങനെ എല്ലാവരും നോമിനേഷനിൽ വരുന്നു. അൻഷിത, അരുൺ, ദീപക്, രഞ്ജിത്ത്, പവിത്ര, ജാക്ലിൻ, മുത്തു, സൗന്ദര്യ, മഞ്ചരി, റയാൻ, ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിട്ടുള്ള റാണ ഉൾപ്പെടെ 11 പേര് നോമിനേറ്റഡ് വരുന്നു. എല്ലാവരും നോമിനേറ്റഡ് ആണ്. പിന്നെ ക്യാപ്റ്റൻ ആയിട്ടുള്ള വിശാലും അല്ല, കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയിട്ടുള്ള ജെഫ്രി അല്ല, ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആണ്. ഇനി ഇതിന് ശേഷം ജാക്ലിൻ റയാൻ്റെ പറയാണ്. ഇപ്പം കണ്ടോ അവൾ അവിടെ പറഞ്ഞ റീസൺ, സൗന്ദര്യ എനിക്ക് മനസ്സിലായി. സൗന്ദര്യ പറഞ്ഞ റീസൺ, നമുക്ക് എന്തെല്ലാം റീസൺ വേറെ പറയാമായിരുന്നു. ഇപ്പം പറഞ്ഞ നോക്ക്, ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ഇവിടെ കാണിക്കുന്നു എന്ത്, നിങ്ങളടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഡോമിനൻ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇപ്പം എല്ലാം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ അവളൊന്നും ചെയ്തിട്ടില്ലേ. ആ കുറച്ച് കഴിയുന്നു അരുൺ റാണവിൻ്റെ സംസാരിക്കുകയാണ്. ജാക്ലിനും റയാനും ഞാൻ അവിടെ നോമിനേറ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് റയാൻ സൗന്ദര്യ വിളിച്ചുകൊണ്ടിരുന്നു. സൗന്ദര്യ, നീ നോമിനേഷൻ പറഞ്ഞ റീസൺ അവൾക്ക് പേഴ്സണൽ ഹേർട്ടായി. അപ്പോൾ ജാക്ലിൻ, ആടാ നിനക്ക് എന്തെല്ലാം റീസൺ പറയായിരുന്നു, 4 പേര് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പറയണതാണോ നിങ്ങളെല്ലാവരും ഇത്രയും നാളെ കേട്ടുകൊണ്ടിരുന്നത്? ഞാൻ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ സൗന്ദര്യ, ചില നേരം എനിക്കിങ്ങനെ തോന്നി, എനിക്കത് തോന്നുന്നുടാ നീ ഡോമിനൻ്റ് ആണെന്ന്. അപ്പോൾ ജാക്ലിൻ, ഞാനത് ചെയ്തിട്ടില്ല സൗന്ദര്യ. അപ്പോൾ ജാക്ലിൻ, നീ രാവിലെ എൻ്റെ പുറകെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് നിന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? എനിക്ക് ഇങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സൗന്ദര്യ, ആ വിശാലിൻ്റെ മുത്തുവിൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ ജാക്ലിൻ, ഇപ്പം നീ എന്താ അങ്ങനെ പറഞ്ഞത്? നിനക്കങ്ങനെ, അത് നിൻ്റെ ഇഷ്ടമായിരുന്നു, അത് ഞാൻ നിന്നെ വിളിച്ചവിടെ നിർത്തിയതല്ല, എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞത്. നിന്നിട്ട് ഇപ്പം നീ എന്തിനാ അങ്ങനെ പറയും? സൗന്ദര്യം സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു ദേഷ്യം വരുന്നത്. എന്തൊക്കെയോ ഈ സൗന്ദര്യം കാണിക്കുന്നു. അപ്പം സൗന്ദര്യം പറയുന്നു, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തുകൊണ്ട് എനിക്കൊന്നും പറയാൻ പാടില്ലേ? ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഇറ്റ്സ് എ ഗെയിം ഷോ, പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കാം. ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനല്ലല്ലോ നമ്മളോട് വന്നത്, ഗെയിം കളിക്കാനല്ലേ. എനിക്ക് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പോകുന്നു. അതാണ് ഞാൻ ആലോചിക്കുന്നത്. സൗന്ദര്യ കുറേ കാര്യങ്ങൾ കുറേ ബുദ്ധിശാലിയായിട്ട് പെരുമാറുന്നുണ്ട്. ചില കാര്യങ്ങൾ ഭയങ്കരമായ മണ്ടത്തരവും ഈ സൗന്ദര്യം കാണിക്കുന്നുണ്ട്. അപ്പം റയാൻ പറയാണ്, എടാ നീ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ജാക്കിൽ നോക്കാം, അവൾ പിണങ്ങിപ്പോയാൽ കണ്ടില്ലേ, എൻ്റെ ബോസ് അല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇവൻ ഒരുമാതിരി പൂച്ചേരെ വാലി പിടിച്ചാണക്കാണ് ഈ റയാൻ സൗന്ദര്യയുടെ പിറക്കാൻ നടക്കുന്നത്. നമുക്ക് എപ്പോഴും കണ്ടാലും ഞാൻ അറിയാം. അപ്പം ജാക്കിലും പറയാണ്,
നിന്റെ അടുത്ത് നല്ലോണം അവൾ സംസാരിക്കടാ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് റെഡി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് അത് സംസാരിക്കുന്നത് ശരിയല്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് ജാക്ലിൻ പറയുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ജാക്ലിൻ്റെ സ്റ്റാൻഡ് പറയുന്നതെന്ന് പറയാം, അല്ല ജാക്ലിൻ സ്റ്റാൻഡ് അല്ല, ഈ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനകത്ത് ജാക്ലിൻ്റെ മാത്രം തെറ്റല്ല ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കുഴിയിൽ വീണത്, അത് സൗന്ദര്യയുടെയും റയാൻ്റെയും ജെഫ്രിയുടെയും എല്ലാവരുടെയും തെറ്റാണ്. അതൊന്ന് ജാക്ലിൻ്റെ തലയിൽ മാത്രം ഇട്ട് കൊടുത്തത് ഒരു ഇതായിപ്പോയെന്ന് എനിക്ക് തോന്നിയുള്ളൂ. കുറച്ച് കഴിഞ്ഞ് സൗന്ദര്യ, മുത്തു, മഞ്ജരി, ദീപക് ഇരിക്കുകയാണ്. അപ്പോൾ സൗന്ദര്യ പറയുന്നു എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നു, ഒന്നും പറയാൻ വയ്യ ഇപ്പോഴും. ജാക്ലിൻ മഞ്ജരി എടുത്ത് സംസാരിക്കുന്നു, എല്ലാവരും എല്ലാത്തിലും കുറ്റം ലാസ്റ്റ് ഇപ്പോൾ എനിക്ക്, എല്ലാവരും എല്ലാത്തിലും ഉണ്ട്. അപ്പം മഞ്ജരി എടാ അത് നീ സ്ട്രോങ് ആയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ജാക്ലിൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ കുഴിയിൽ വീണമെന്ന് നമ്മൾ പറയട്ടെ, എന്നാൽ പോലും സമ്മതിക്കുന്നത് ഇപ്പോൾ അവളെന്താ പറഞ്ഞത്. അപ്പം മഞ്ജരി എടാ അവർക്ക് തോന്നിയ കാര്യമല്ലേ അവർ പറഞ്ഞോട്ടെ. സൗന്ദര്യ വിശാൽ കുറച്ച് കഴിഞ്ഞിട്ട് സൗന്ദര്യ കൊട്ടിക്കോഷ്ടി നടക്കാണേ. സൗന്ദര്യ പറഞ്ഞേ ഇപ്പോൾ അവളുടെ ഫേസ് മാറി, ഞാൻ ഡോമിനൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തെറ്റാണെങ്കിലും അത് ശരിയെന്ന് പ്രൂവ് ചെയ്യുന്ന സ്വഭാവം ഈ ജാക്ലിന് പണ്ട് മൂലേ ഉള്ളതാണ്. അപ്പോൾ ജാക്ലിനും മഞ്ജരിയും റയാനും ഇതേ സമയം ജാക്ലിൻ പറയണേ ഞാൻ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ, എന്നിട്ട് വന്ന് നിന്നു, ഇനി ഞാൻ അടുത്തോട്ടേ പോകത്തില്ല, എനിക്ക് മതിയായി, എനിക്ക് വയ്യ ഇനി. സൗന്ദര്യ വിശാലിൻ്റെ അടുത്ത് പറയണം എടാ ഗെയിം ഇവിടെ അകത്ത് നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നം, പുറത്താണെങ്കിൽ ഓക്കെ ഫ്രണ്ട്ഷിപ്പ് കുഴപ്പമില്ല, ചില നേരം അവൾ ഡോമിനൻ്റ് ആണ്. ജെഫ്രിയും ഈ കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അരുൺ പറഞ്ഞില്ലേ അവളുടെ കേസ്, അവൾ ഫ്രണ്ട്ഷിപ്പിൽ നിന്നുകൊണ്ട് പലരെയും അത് തന്നെ, അത് സെയിം റീസൺ, അത് കറക്റ്റാണ്. പിന്നെ എന്തിപ്പോൾ എനിക്ക് നോമിനേഷൻ ചെയ്യാൻ വയ്യ, എനിക്ക് നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്ത് കഷ്ടം ഇത് എന്നിങ്ങനെ സൗന്ദര്യം പറയാണ്. ഇതിപ്പോൾ എന്താണ്, സൗന്ദര്യം നല്ല പിള്ള ചമയാണ്, സൗന്ദര്യം നല്ല പിള്ളയൊന്നും അല്ല. അടുത്ത് ജാക്ലിൻ എന്തിനെന്നെ അവളിങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്തു, വേറെ എന്തൊക്കെ റീസൺ പറയും, എന്തിനെന്നെ ഇങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്തു. അതിനുശേഷം ഷോപ്പിംഗ് ടാസ്ക് വരുന്നു. ഷോപ്പിംഗ് ടാസ്ക് വേറെ ഒന്നുമല്ല, ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ച് കൊടുക്കും, ഇതിങ്ങനെ മുഖം അനക്കി ഇങ്ങനെ എന്ത് ചെയ്യണം, ബിസ്ക്കറ്റ് കടിച്ച് തിന്നണം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അനക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കഴിച്ച് തിന്നണം. തിന്ന് കഴിയുമ്പം 500 പോയിന്റ് കിട്ടും. അങ്ങനെ 4000 പോയിന്റ്സ് കിട്ടുന്നു. പർച്ചേസിങ് പ്ലാസ്മ ടി വിയിലാണ് അതിൻ്റെ പർച്ചേസിങ് നടക്കുമ്പോഴത്തേക്കും ജാക്ലിൻ അത് മേടിക്കേ എന്നിങ്ങനെ ആരോ പറഞ്ഞപ്പോൾ ജാക്ലിൻ പക്ഷേ ഒരു മിനിറ്റ് എന്നിങ്ങനെ പറയുന്നു. മഞ്ജരി പിന്നീട് പറഞ്ഞിട്ട് അത് ശരിയല്ല, ആ ഒരു കാര്യം നീ പറയണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, കുറച്ച് കഴിയുന്നു. സൗന്ദര്യയും ജാക്ലിനും സംസാരിക്കുന്നു. സൗന്ദര്യം പറയാണ് നീ അതുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, നീ പറയുന്ന കാര്യങ്ങൾ, നിന്റെ റിയാക്ഷൻസ് നിന്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ ബാധിക്കുന്നുണ്ട് ഗെയിമിൽ, നീ കാണിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഗെയിമിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ജാക്ലിൻ നീ അന്ന് റാണവിൻ്റെ കൂടെ എനിക്ക് വേണ്ടി പിന്നെ എന്തിനു വഴക്കിടാൻ പോയത്? ഞാൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും പറയുകയാണെങ്കിൽ നീ പിന്നെ എനിക്ക് വേണ്ടി വഴക്കണം, അതെനിക്ക് തോന്നി. അപ്പോൾ ജാക്ലിൻ ഞാൻ ഡോമിനേറ്റ് നീ എന്തിനു പറഞ്ഞു, ഞാൻ ഡോമിനേറ്റ് നീ പറഞ്ഞു, ഞാൻ എന്ത് ഡോമിനേഷൻ കാണിച്ചു? എടാ സോറിടാ, അത് നിന്റെ ക്യാരക്ടറാണ്, എനിക്കത് മാറ്റാൻ വയ്യ, നീ അത് വെച്ചോ, നിന്റെ ക്യാരക്ടറാണ്. അപ്പോൾ ജാക്ലിൻ ഇനി നീ നിൽക്കണ്ട, ദയവ് കരുതി എനിക്ക് വേണ്ടി നീ നിൽക്കണ്ട, നീ നിനക്ക് നിൽക്കണമെന്ന് തോന്നിക്കാൻ ഞാൻ നിൽക്കുക, ഇനി എനിക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു, ജാക്ലിൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നീ വന്ന് നിൽക്കണ്ട, നീ എന്നോട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല എന്നിങ്ങനെ പറയുന്നു. അപ്പം സൗന്ദര്യ നിർത്തി, എനിക്ക് വയ്യ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പോകുന്നു. അപ്പം ജാക്ലിൻ എനിക്ക് വേണ്ടി ചെയ്യണ്ട ഇവിടെ ആരും ഒന്നും, നിനക്ക് തോന്നുന്നത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ജാക്ലിൻ പോകുന്നു. സൗന്ദര്യ സമയം ഒറ്റയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതെന്താണിത്, നോമിനേഷൻ ചെയ്യാൻ വയ്യ, തെറ്റ് പറഞ്ഞ് ഇപ്പം നമുക്ക് മനസ്സിലായപ്പോൾ എൻ്റെ അടുത്ത് സോൾവ് ചെയ്യാൻ വന്നിരിക്കുന്നു, ഞാനെന്തിന് പ്രൂവ് ചെയ്യണം? റയാൻ പെട്ട് കിടക്കുക, ഇതിനകത്ത് റയാൻ പെട്ടുപോയതാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തെറ്റ്, ഒന്നും മിണ്ടാൻ വയ്യ എന്നിങ്ങനെ സൗന്ദര്യം ഒറ്റയ്ക്കിരുന്ന് പറയുന്നു. ആക്ച്വലി റയാൻ പെട്ട് കിടക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്ന പൂച്ചേരെ വാലി പിടിച്ചാണ് ഈ റയാൻ നടക്കുന്നത്. റയാൻ ജാക്ലിനകത്തല്ല പെട്ട് കിടക്കുന്നത്. പക്ഷെ സൗന്ദര്യം പറയുന്നത്, സൗന്ദര്യം സത്യം പറഞ്ഞാൽ ഫുൾ ഗെയിമാണ്, കാരണം ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല, കപ്പ് എനിക്ക് വേണം എന്നുള്ള സൗന്ദര്യയുടെ ഗെയിമാണത്. പക്ഷേ ഇത്രയും ദിവസം നിന്നിട്ട് ചവിട്ടി എറിഞ്ഞ് ഉള്ളൊരു ഗെയിമായിപ്പോയി. ജെഫ്രി എന്താണോ കഴിഞ്ഞ മൺഡേ കാണിച്ചത്, ഇതേ സാധനം കഴിഞ്ഞ സൺഡേ വിജയ് സേതുപതി ഈ ഗോവ ഗ്യാങ്ങിനെ എടുത്തിട്ട് അലക്കി. മൺഡേ ആയപ്പോൾ ജെഫ്രി കാല് മാറി. ഈ ആഴ്ച സൺഡേയിൽ സൗന്ദര്യം എടുത്ത് പറഞ്ഞു ഒറ്റയ്ക്ക് കളിക്കണമെന്ന് പറഞ്ഞു. സൗന്ദര്യം എന്ത് ചെയ്തു, ഈ മൺഡേ ഈ ഗ്യാങ്ങിൽ നിന്ന് ചാടി. ഇനി അടുത്ത ആഴ്ച റയാൻ ഉണ്ടെങ്കിൽ റയാനായിരിക്കും ചാടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഞാൻ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ, വന്ന് കെയർ ചെയ്ത് ബിഗ് ബോസ് കണ്ട റിവ്യൂ ഇടാനാണ് വന്നത്. അപ്പോൾ നാളത്തെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മിഡ് വീക്ക് ഉണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് പോയി വോട്ട് ചെയ്യുക. ഫോൺ വിളിക്കാനും പറ്റും, അങ്ങനെയും പോയി വോട്ട് ചെയ്യുക കേട്ടോ. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അൻഷിത ഔട്ട് ആവല്ലേ എന്ന്, വേറെ ഒന്നും കൊണ്ടല്ല, അടുത്ത ആഴ്ച എങ്കിൽ ഫാമിലി വീക്കാണ് 79th. അപ്പം എന്തായാലും ഒരു മലയാളി ഫാമിലി വീക്ക് നമുക്ക് കാണാൻ പറ്റും. അൻഷിതയുടെ ഉമ്മയൊക്കെ മലയാളത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന് വേണ്ടി മാത്രം എനിക്ക് അൻഷി ഔട്ട് ആവരുതേ എന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.